ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ 19ാമത്തെ ദിവസമാണ് 100 ഡേയ്സ് ചാലഞ്ചിൻ്റെ. വെയിറ്റ് കുറയോ ഇല്ലേ എന്ന് പലരും പല കമൻറ്റും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ ഭക്ഷണക്രമം മാറാത്തതിനാൽ വെയിറ്റ് കുറയാൻ സാധ്യത കുറവാണെന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ അമ്മ പറയുന്നത് എന്നിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും നിൻ്റെ വെയിറ്റ് കുറയും. അതുപോലെ പലരും ജിമ്മിലെ പലരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ നന്ദി ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ ജിമ്മിന് പോകാൻ കുറച്ച് ലേറ്റായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ മഴയുണ്ടായിരുന്നു, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 8-8:30 അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് സമയം ഗ്രൗണ്ടിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഗ്രൗണ്ടിൽ പോയി വെറുതെ നടക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഗ്രൗണ്ടിലാണെങ്കിൽ വെള്ളമാണ്, ഫുള്ള് വെള്ളക്കെട്ട് നിന്നിരിക്കുകയാണ്. സന്തോഷ് ഗ്രൗണ്ടാണ്, നമ്മളെ അടുത്ത് തന്നെ ഇല്ലേ സന്തോഷ് ഗ്രൗണ്ടാണ്. അപ്പം ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഇന്ന് ഇവിടെ റെഡ് അലേർട്ടായതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ലീവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്, മക്കളെല്ലാം വീട്ടിലാണ്. പിന്നെ അതുകൊണ്ട് ഇന്ന് അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇറങ്ങാൻ കഴിയില്ല. രാവിലെ 1 മണിക്കൂർ ജിമ്മ് കളിച്ച് പിന്നെ നേരെ വീട്ടിൽ വന്ന് പിള്ളേരെല്ലാം സ്കൂളിലെല്ലാം പോകുന്നത് കൊണ്ട് അധികം നടക്കാനും പരിപാടിയൊന്നും നടക്കില്ല. ഇന്ന് ലീവായതുകൊണ്ട് റെഡ് അലേർട്ട് ആയി ലീവായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഈ ടൈം മഴയില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ എന്തായാലും വെയിറ്റ് കുറക്കുക തന്നെ ചെയ്യും. ഡയറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഡയറ്റ് എന്താണെന്ന്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കുറച്ച് ലിമിറ്റ് ചെയ്ത് കുറച്ച് കഴിക്കുന്നത് കൊണ്ട് ഇവരെല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ എനിക്ക് എല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ലിമിറ്റാക്കി എൻ്റെ ഫുഡിൻ്റെ അളവ് കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ഡയറ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നില്ല. അതേസമയം ഷുഗർ പൂർണ്ണമായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാ ഫുഡും ഇപ്പം വീട്ടിൽ നല്ല ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം രുചിച്ച് കഴിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് പ്രകാരം ഒരു ദിവസം എനിക്ക് ഏതാണ്ട് 170 ഗ്രാം കുറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ദിവസം കൊണ്ട് 17 കിലോ ആണ് കുറക്കേണ്ടത്. 100 ദിവസം കൊണ്ട് 17 കിലോ കുറക്കണമെങ്കിൽ ഒരു ദിവസം 170 ഗ്രാം കുറയണം. അപ്പോൾ നമ്മളെ എനർജി എത്രയുണ്ടെന്ന് നോക്കിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കലോറി നോക്കിയിട്ടാണ് കുറക്കേണ്ടത്. ഞാനിപ്പോൾ കലോറിയൊന്നും നോക്കുന്നില്ല, ഭക്ഷണത്തിൻ്റെ അളവ് ഞാൻ നേരെ വളരെ 4-1 ചുരുക്കിയിട്ടാണുള്ളത്. അതുപോലെ വർക്കൗട്ട് കുറച്ച് കൂട്ടി. വർക്കൗട്ട് രാവിലെ 1 മണിക്കൂർ കാർഡിയോ പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നടക്കുന്നത് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട് ചെയ്ത് വൈകുന്നേരം ബോഡീൻ്റെ ബാക്കി വെയിറ്റ് ലിഫ്റ്റിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് ഓൾമോസ്റ്റ് കുറയും. ഞാൻ നാളെ എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ജിമ്മിൽ പോയി വെയിറ്റ് നോക്കും. ഞാൻ വീട്ടിൽ നിന്നല്ല നോക്കുന്നത്, ജിമ്മിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജിമ്മിൽ പോയി ഇന്ന് വൈകുന്നേരം വെയിറ്റ് നോക്കിയിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.